പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു സമയത്തെക്കുറിച്ചാണ്. ഒരു ഘടികാരത്തിലെ മിനിറ്റുകളല്ല, ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു നിമിഷം. അതിനെ നാം ബ്രാഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നു. പലർക്കും തോന്നാം, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് എന്തു മാറാനാണ്? ഞാനും ഒരിക്കൽ അതുപോലെ ചിന്തിച്ചിരുന്ന ഒരാളാണ്. എന്നാൽ ജീവിതം എന്നെ പഠിപ്പിച്ചത്, പുലരി നമ്മളെ മാറ്റുമ്പോഴാണ് ജീവിതം നമ്മളെ മാനിക്കാൻ തുടങ്ങുന്നത്. ബ്രാഹ്മമുഹൂർത്തം എന്താണ്? സൂര്യോദയത്തിന് ഏകദേശം 1 മണിക്കൂർ മുൻപുള്ള സമയം. രാവിലെ 4-നും 5-നുമിടയിലെ ആ ശാന്തത. ലോകം ഇപ്പോഴും ഉറക്കത്തിലായിരിക്കുമ്പോൾ പ്രകൃതി നമ്മോട് മാത്രം സംസാരിക്കുന്ന സമയം. ആ സമയത്ത് വായുവിന് പോലും ഒരു ശുദ്ധിയുണ്ട്. ശബ്ദങ്ങൾ കുറവാണ്. ചിന്തകൾ മന്ദഗതിയിലാണ്. മനസ്സ് ഒരു ശൂന്യപാത്രം പോലെ. നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്തും നിറക്കാവുന്ന അവസ്ഥ. എന്റെ ഗുരുവിൽ നിന്ന് പഠിച്ച ആദ്യ പാഠം എന്റെ ഗുരു ഒരിക്കൽ പറഞ്ഞു: നീ പുലരിയെ ജയിച്ചാൽ നിനക്ക് ആ ദിവസം ആരോടും തോൽക്കേണ്ടി വരില്ല. ആ വാക്കുകൾ അന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കിയില്ല. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവൻ ആദ്യം ജയിക്കുന്നത് തന്റെ അലസതയെയാണ്. മനസ്സിനുള്ള ഗുണങ്ങൾ. ഈ സമയത്ത് മനസ്സ് അതിശയകരമായി ശാന്തവും കേന്ദ്രീകൃതവുമാണ്. ധ്യാനം ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, സ്വയം ചോദിക്കാനായി ഏറ്റവും അനുയോജ്യമായ സമയം. ഞാൻ എവിടേക്ക് പോകുന്നു? എന്റെ ജീവിതം എങ്ങനെ പോകണം? എന്തിനാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ഉച്ചയ്ക്കോ രാത്രിയിലോ വരില്ല. അവ പുലരിയിലാണ് വരുന്നത്. കാരണം ആ സമയത്ത് മനസ്സ് നമുക്കെതിരെയല്ല, നമ്മുടെ കൂട്ടുകാരനാണ്. ശരീരത്തിനുള്ള ഗുണങ്ങൾ. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവരുടെ ദഹനശക്തി മെച്ചപ്പെടുന്നു. ഹോർമോണുകളുടെ ബാലൻസ് ശരിയാകുന്നു. ഉറക്കക്രമം ക്രമത്തിലാകുന്നു. പഴയ യോഗഗ്രന്ഥങ്ങൾ പറയുന്നു, ഈ സമയത്ത് ശരീരം തന്നെ സ്വയം രോഗമുക്തിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. ഇതൊരു അത്ഭുതമല്ല, പ്രകൃതിയുടെ നിയമമാണ്. ഒരു ചെറിയ കഥ. ഒരു യുവാവ് ഒരിക്കൽ എന്റെ അടുത്ത് വന്നു പറഞ്ഞു, സ്വാമി, എന്റെ ജീവിതത്തിൽ സമയമില്ല. ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് പുലരിയിൽ സമയമുണ്ടോ? അവൻ ചിരിച്ചു, അന്ന് ഞാൻ ഉറക്കത്തിലായിരിക്കും. ഞാൻ പറഞ്ഞു, അവിടെ തന്നെയാണ് നിന്റെ ജീവിതവും ഉറങ്ങുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ഞാൻ അവനെ ഉപദേശിച്ചു. അവൻ 21 ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഇന്ന് അവൻ പറയുന്നു, സ്വാമി, സമയമല്ല മാറിയത്, ഞാനാണ് മാറിയത്. ആത്മീയ ഗുണങ്ങൾ. ഈ സമയത്ത് ജപവും ധ്യാനവും ചെയ്താൽ അതിന്റെ ഫലം 10 ഇരട്ടി ശക്തിയോടെ മനസ്സിൽ പതിയും. കാരണം ആ സമയത്ത് അഹങ്കാരം ഉറങ്ങുകയാണ്, ഭയം ഉറങ്ങുകയാണ്, ആകാംക്ഷ ഉറങ്ങുകയാണ്. ഉണർന്നിരിക്കുന്നത് നമ്മുടെ ബോധം മാത്രം. എങ്ങനെ തുടങ്ങാം? പെട്ടെന്ന് 4 മണിക്ക് എഴുന്നേൽക്കേണ്ട. ആദ്യം 15 മിനിറ്റ് നേരത്തെ, പിന്നെ 30 മിനിറ്റ് നേരത്തെ. അങ്ങനെ ഓരോ ദിവസവും സമയദൈർഘ്യം വർദ്ധിപ്പിച്ചുകൊണ്ടുവരിക. ഉണർന്ന ഉടനെ മൊബൈൽ നോക്കരുത്. ഒരു ദീർഘശ്വാസമെടുക്കൂ. ജനലിലൂടെ ആകാശം നോക്കൂ. സ്വയം പറയൂ, ഇന്ന് ഞാൻ എന്റെ ജീവിതത്തിനായി ഉണർന്നിരിക്കുന്നു. അവസാന സന്ദേശം. ഓർമ്മിക്കുക, നമ്മൾ പുലരിയിൽ എഴുന്നേൽക്കുന്നത് സൂര്യനെ കാണാനല്ല, സ്വയം കാണാനാണ്. ജീവിതം മാറണമെങ്കിൽ ദിവസത്തിന്റെ തുടക്കം മാറ്റൂ. ദിവസത്തിന്റെ തുടക്കം മാറിയാൽ ചിന്തകൾ മാറും. ചിന്തകൾ മാറിയാൽ ഭാഗ്യവും വഴിമാറും. പുലരിയെ സുഹൃത്താക്കൂ. അപ്പോൾ ജീവിതം തന്നെ നിങ്ങളോട് സൗഹൃദം കാണിക്കും. ശാന്തി, ശുദ്ധി, സ്മൃതി.